ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംഫർട്ടബിൾ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അതായത് സുപ്പൈൻ പൊസിഷൻ, പ്രോൺ പൊസിഷൻ, അതുപോലെ തന്നെ ഡോഴ്സൽ റെക്കമെൻഡ് പൊസിഷൻ. ഇനി നമുക്ക് ബാക്കി പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി മറ്റൊരു ടൈപ്പ് പൊസിഷനാണ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് ബിയർ ചെയ്യുന്നത് ഷോൾഡറും അതുപോലെ തന്നെ ഹിപ്പുമാണ്. 2 ആംസും ഫോർവേഡ് വെക്കുകയും അതുപോലെ തന്നെ ഹിപ്സും നീസും ഫ്ലെക്സ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ മനസ്സിലാകണമെങ്കിൽ ഈ ഇമേജ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഹെഡും നെക്കും ബാക്കും സ്ട്രെയിറ്റ് ലൈനിലാണ്. അതുപോലെ തന്നെ അപ്പർ ലെഗ് ലോവർ ലെഗിനേക്കാളും ഫ്ലെക്സ്ഡ് ആയിരിക്കും കുറച്ചും കൂടെ. മാത്രമല്ല അപ്പർ നീയും ഹിപ്പും ഒരേ ലെവലിലും ആയിരിക്കും. പിന്നെ നമ്മുടെ തലയുടെ അടിയിലും അതുപോലെ തന്നെ ബാക്കിലും അബ്ഡോമൻ്റെ ഫ്രണ്ടിലും നമുക്കൊരു പില്ലോ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. 2 നീസിനിടയിൽ നമുക്കൊരു സ്മോൾ പില്ലോ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ലാറ്ററൽ പൊസിഷൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് പീരിയോഡിക്കലായിട്ട് പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാറ്ററൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിനും ലാറ്ററൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പെരിനിയം, റെക്റ്റം എന്നിവയുടെ എക്സാമിനേഷന്, അതുപോലെ തന്നെ റെക്റ്റൽ സപ്പോസിറ്ററീസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാറ്റസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ ഈ ഒരു പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ റെക്റ്റൽ ടെമ്പറേച്ചർ അസസ് ചെയ്യുന്നെങ്കിലും നമ്മൾ ലാറ്ററൽ പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പേഷ്യൻറ്റിന് ബാക്ക് കെയർ കൊടുക്കുന്നു. അതായത് ഒരു ഡെക്യുബിറ്റസ് അൾസർ ഉള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിന് നമ്മൾ ബാക്ക് കെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ലാറ്ററൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എനിമ കൊടുക്കുന്ന സമയത്തും കൊളോണിക് ഇറിഗേഷൻ കൊടുക്കുന്ന സമയത്തും ഈ ഒരു പൊസിഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ലാറ്ററൽ പൊസിഷൻ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ദെൻ പേഷ്യൻറ്റിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഹെഡ് എൻഡ് ജസ്റ്റ് ഒന്ന് ലോ ചെയ്യുക. അതായത് പേഷ്യൻറ്റിന് ടോളറബിൾ ആകുന്ന രീതിയിൽ ലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം പേഷ്യൻറ്റിനെ ബെഡിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക. നെക്സ്റ്റ് ഒരു എയർ റിങ് നമ്മുടെ ഹിപ്പിനടിയിലായിട്ട് പ്ലേസ് ചെയ്യുക. ഇത് ഹിപ്പ് ജോയിൻസിനും അതുപോലെ തന്നെ ട്രൊക്കാൻഡേഴ്സിനും ഇടയിലുള്ള ആ ഒരു പ്രഷർ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ആംസും ഫ്ലെക്സ്ഡ് പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം അപ്പർ മോസ്റ്റ് ആംസ് പില്ലോ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക. അതായത് ഷോൾഡറിൻ്റെ ലെവലിൽ. അതുപോലെ തന്നെ ഒരു ചെറിയ പില്ലോ എടുത്ത് നമ്മുടെ ബാക്കിലും അതുപോലെ തന്നെ സെമി ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള അപ്പർ ലെഗിനടിയിലുമായിട്ട് പ്ലേസ് ചെയ്യുക. ശേഷം ഒരു സാൻഡ് ബാഗ് എടുത്ത് നമ്മുടെ പ്ലാന്റർ സർഫസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് ഫൂട്ടിനടിയിലായിട്ടും പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് ലാറ്ററൽ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസേൺ ചെയ്യേണ്ടതെന്നാണ്. ഗ്രേറ്റസ്റ്റ് കൺസേൺ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനും സർക്കുലേറ്ററി സിസ്റ്റത്തിനും അതുപോലെ തന്നെ പ്രഷർ പോയിൻറ്റ്സിനുമാണ്. ഇനി കോമൺ ആയിട്ടുള്ള നെർവ് ഡാമേജസ് ആണ്. ബ്രേക്കിൽ നെർവ് ഡാമേജ് വരാം, അതുപോലെ തന്നെ റേഡിയൽ നെർവിന് വരാം, മീഡിയൽ നെർവിനും അൾനാർ നെർവിനും അതുപോലെ തന്നെ പെരിനിയൽ നെർവിനും ഡാമേജ് സംഭവിക്കാവുന്നതാണ്. ഇനി വൾനറബിൾ ആയിട്ടുള്ള ബോണി പ്രോമിനൻസ് ആണെങ്കിൽ ടെമ്പറൽ വരാം, അതുപോലെ തന്നെ അക്രോമിയൻ, ഒലക്രനോൺ, ഇലിയാക്ക്, ഗ്രേറ്റർ ട്രൊക്കാൻഡ്രൊക്കെ തന്നെയാണ്. ഇനി വൾനറബിൾ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണെങ്കിൽ കരോട്ടിഡ് ആർട്ടറി, അതുപോലെ തന്നെ ആക്സിലറി ആർട്ടറി, ബ്രേക്കിയൽ, അയോട്ട, വീന കാവ ആൻഡ് സഫേനിയസ് വെയിൻ. ഇനി നെക്സ്റ്റ് പൊസിഷനാണ് സിംസ് പൊസിഷൻ. ഇത് ഒന്നുകിൽ റൈറ്റ് ആകാം അല്ലെങ്കിൽ ലെഫ്റ്റ് ആകാം. ഇവിടെ ലോവർ ആം നമ്മുടെ ബോഡിയിൽ ബിഹൈൻഡിലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർ ആം നമ്മുടെ ഷോൾഡറും എൽബോ ലെവലിലും ബെൻഡ് ചെയ്തും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 നീസും ബെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്ററൽ പൊസിഷനുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ട്. ഒരു എക്സെപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് ബിയർ ചെയ്യുന്നത് ആൻറ്റീരിയർ ആസ്പെക്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഷോൾഡർ, ഗിഡിൽ ആൻഡ് ഹിപ്പ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഈ സിംസ് പൊസിഷൻ്റെ ഇൻഡിക്കേഷൻസ് എന്നാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷൻ ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വജൈനൽ ആൻഡ് റെക്ടൽ എക്സാമിനേഷൻ ടൈമിനാണ്. അതുപോലെ തന്നെ എനിമ അഡ്മിനിസ്റ്റർ ചെയ്യാനും സപ്പോസിറ്ററിയുടെ ഇൻസേർഷൻ്റെ ടൈമിലും ഈ ഒരു പൊസിഷനാണ് നമ്മൾ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെൻ ആൻറ്റീനേറ്റൽ എക്സസൈസിൻ്റെ സമയത്ത് കൊടുക്കുന്നതും ഈ ഒരു സിംസ് പൊസിഷനാണ്. മാത്രമല്ല സിഗ്മോയിഡോസ്കോപ്പി അതുപോലെ തന്നെ പ്രോട്ടോസ്കോപ്പി പ്രൊസീജിയേഴ്സിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിനും ഈ ഒരു പൊസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല.
നെക്സ്റ്റ് നമുക്ക് പേഷ്യൻറ്റിന് എങ്ങനെ സിംസ് പൊസിഷൻ കൊടുക്കാമെന്ന് നോക്കാം. എല്ലാ പ്രൊസീജിയറും പോലെ തന്നെ ഫസ്റ്റ് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻറ്റിനെ ബെഡിൻ്റെ ഒരു സൈഡിലോട്ട് കിടത്തുക, ശേഷം ഒരു ചെറിയ പില്ലോ എടുത്ത് ഹെഡിൻ്റെയും നെക്കിൻ്റെയും ബാക്കിലായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള അപ്പർ ആമിൻ്റെയും അതുപോലെ തന്നെ ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള അപ്പർ ലെഗിൻ്റെയും അടിയിലായിട്ട് നമുക്കൊരു പില്ലോ പ്ലേസ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു സാൻഡ് ബാഗ് എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരലൽ ടു പ്ലാന്റർ സർഫസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് ഫൂട്ടിലും പ്ലേസ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു പൊസിഷനാണ് ലിത്തോട്ടമി പൊസിഷൻ. ഇവിടെ പേഷ്യൻ്റ് സുപ്പൈൻ പൊസിഷനിൽ തന്നെ ആയിരിക്കും, പക്ഷേ ഹിപ്സ് ഫ്ലെക്സ്ഡ് ആണ്. അതുപോലെ തന്നെ രണ്ട് ലെഗ്സും സെപ്പറേറ്റഡും തൈസ് ഫ്ലെക്സ്ഡും ആയിരിക്കും. പേഷ്യൻറ്റിൻ്റെ ബട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ എഡ്ജിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ലെഗ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റൈറപ്സും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലിത്തോട്ടമി പൊസിഷൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ ഡെലിവറി ഓഫ് ദ ബേബി. വജൈനൽ ഡെലിവറിക്ക് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ലിത്തോട്ടമി പൊസിഷനാണ്. അതുപോലെ തന്നെ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തും ജെനൈറ്റോ യൂറിനറി സർജറീസിൻ്റെ സമയത്തും ഈ ഒരു പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൂടാതെ വജൈനൽ എക്സാമിനേഷൻ്റെ സമയത്തും ഹിസ്റ്ററക്ടമിയുടെ സമയത്ത് കൊടുക്കുന്ന പൊസിഷനും ഈ ഒരു ലിത്തോട്ടമി പൊസിഷൻ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ലിത്തോട്ടമി പൊസിഷൻ എങ്ങനെ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. പേഷ്യൻറ്റ് ബാക്ക് കൊണ്ട് കിടന്നിട്ട് ഒരു പില്ലോ നമ്മുടെ ഹെഡിനടിയിലായിട്ട് പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ പേഷ്യൻറ്റിനോട് പറയുക രണ്ട് ലെഗ്സും നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തൈസ് നമ്മുടെ അബ്ഡോമനിലോട്ട് ഫ്ലെക്സ് ചെയ്യാനും ലെഗ്സ് തൈസിലോട്ട് ഫ്ലെക്സ് ചെയ്യാനായിട്ടും പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ബട്ടക്സ് നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ എഡ്ജിലോട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റൈറപ്സ് യൂസ് ചെയ്ത് രണ്ട് ലെഗ്സും സെപ്പറേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ലിത്തോട്ടമി ആണ്. ലിത്തോട്ടമി പൊസിഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൈ ലിത്തോട്ടമി ഉണ്ട്, ലോ ലിത്തോട്ടമി ഉണ്ട്. നമുക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നതാണ്. ഇനി നമ്മൾ ലിത്തോട്ടമി പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് കൂടുതലും കൺസേൺ ചെയ്യേണ്ടത് പേഷ്യൻ്റെ പൊപ്ലീറ്റിയൽ സ്പേസ് ആണ്. അതായത് എവിടെയാണോ സ്റ്റൈറപ്സിൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ നീ റെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേസിൽ വേണം നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാറ്ററൽ പൊസിഷൻ, സിംസ് പൊസിഷൻ, അതുപോലെ തന്നെ ലിത്തോട്ടമി പൊസിഷനാണ്. ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ കൺസേൺ ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, ടേക്ക് കെയർ.